TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓപ്പണിംഗ് ഓഫ് ദ ലാരിങ്സ് ഈസ് കാൾഡ് ഗ്ലോട്ടിസ്. ഇപ്പോൾ ലാരിങ്സ് എന്ന് പറയുന്നത് ഈ ഭാഗമാണെന്ന് മനസ്സിലാക്കി ആ ലാരിങ്സിൻ്റെ ആ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോട്ടിസ്. എ ലാർജ് ലീഫ് ലൈക്ക് കാർട്ടിലേജിനസ് ലിഡ് ഗോട്ട്സ് ദ ഓപ്പണിംഗ് ഓഫ് ലാരിങ്സ് കാൾഡ് എപ്പിഗ്ലോട്ടിസ്. ഓർക്കുക, ഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഈ ഓപ്പണിങ്ങിനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു കാർട്ടിലേജ് കൊണ്ടുള്ള ഒരു അടപ്പുണ്ട്, ലിഡുണ്ട്. ആ അടപ്പിനെ വിളിക്കുന്ന പേരാണ് എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ദ ലാരിങ്സ്. ലാരിങ്സിനകത്തേക്ക് ഫുഡ് കടക്കാതെ, നമ്മുടെ ശ്വാസനാളത്തിനകത്തേക്ക് ഫുഡ് കടക്കാതെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു അടപ്പാണ് എപ്പിഗ്ലോട്ടിസ്. ഇപ്പോൾ എപ്പിഗ്ലോട്ടിസിനെ കുറിച്ച് നേരത്തെ നമ്മൾ മനസ്സിലാക്കി, ഡൈജഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഫുഡ് അകത്തേക്ക് കടക്കാതെ, ട്രാക്കിയയ്ക്ക് അകത്തേക്ക് കടക്കാതെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഫുഡ് നമുക്ക് വായ്ക്കകത്തുകൂടെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഈ എപ്പിഗ്ലോട്ടിസിങ് അടഞ്ഞിട്ട് നേരെ ഫുഡ് ഈസോഫേഗസിലേക്ക് പോകും. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചിരിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ എപ്പിഗ്ലോട്ടിസ് തുറക്കുകയും ആ ഫുഡ് മെറ്റീരിയൽ നേരെ നമ്മുടെ ട്രാക്കിയയ്ക്കകത്തേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ഫുഡ് കഴിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഫുഡ് അകത്തേക്ക് ഇറക്കുന്ന സമയത്ത് നമ്മൾ ചിരിക്കുവാനോ സംസാരിക്കുവാനോ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം. എപ്പിഗ്ലോട്ടിസ് പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ദ ലാരിങ്സ്. ഇനി ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കവറിംഗ് ഉണ്ട്. ആ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് പ്ലൂറ. 2 lungs which are covered by a double layered pleura. ഇപ്പോൾ 2 ലെയറുള്ള ഒരു കവറിംഗ് ഉണ്ട്, ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ട്. ആ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് പ്ലൂറ. നമ്മുടെ എല്ലാ വൈറ്റൽ ഓർഗൻസിനെയും ഇതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള കവറിംഗ് ഉണ്ട്. ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് പ്ലൂറ. ആ 2 മെംബ്രെയിൻ്റെയും ഇടയിലായിട്ട് ഒരു ഫ്ലൂയിഡും ഉണ്ട്. ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് പ്ലൂറൽ ഫ്ലൂയിഡ്. അപ്പോൾ ആ മെംബ്രെയിനെ വിളിക്കുന്ന പേര് പ്ലൂറൽ മെംബ്രെയിൻ എന്ന് വിളിക്കും. നമുക്ക് ഈ ഫിഗറിൽ കാണാതെ ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ഈ മെംബ്രെയിൻ്റെ ഇടയിലായിട്ട് ഉള്ള സ്പേസിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ പേര് പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നു. എന്താണ് ആ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻ? ഇറ്റ് റെഡ്യൂസസ് ഫ്രിക്ഷൻ ഓൺ ദ ലങ് സർഫസ്. ഇപ്പോൾ ലങ്ങിൻ്റെ സർഫസിൻ്റെ ആ ഒരു ഘർഷണം, ലങ്സ് അറിയാൻ നമുക്ക് എപ്പോഴും കോൺട്രാക്റ്റ് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും വീർക്കുകയും അതുപോലെ തന്നെ ചുരുങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനാണ്. അപ്പോൾ അത് എപ്പോഴും നമ്മുടെ തൊറാസിക് കാവിറ്റിയുമായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത് വരുമ്പോൾ ഒരു ഉരസലുണ്ടാകും. അപ്പം അങ്ങനെ ഒരു ഉരസലുണ്ടാകുമ്പോൾ ആ ഒരു ഉരസൽ കാരണം ഉണ്ടാകുന്ന ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഫ്ലൂയിഡാണ് പ്ലൂറൽ ഫ്ലൂയിഡ്. ദ ഔട്ടർ പ്ലൂറൽ മെംബ്രെയിൻ ഈസ് ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദ തൊറാസിക് ലൈൻ. ഇപ്പോൾ പ്ലൂറ 2 വാളുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ആ ഔട്ടർ പ്ലൂറൽ മെംബ്രെയിൻ ആരുമായിട്ടാണ് ക്ലോസ് കോണ്ടാക്റ്റ്? തൊറാസിക് ലൈനിങ്ങുമായിട്ടാണ്. നമ്മുടെ ഇവിടുത്തെ ക്യാവിറ്റിയാണ് നമ്മൾ തൊറാസിക് ക്യാവിറ്റി എന്ന് വിളിക്കുന്നത്. തൊറാസിക് ലൈനിങ്ങുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് ഇരിക്കുന്നു. ഇന്നർ പ്ലൂറൽ മെംബ്രെയിൻ ഈസ് ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദ ലങ് സർഫസ്. അത് ലങ് സർഫസുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നു. 2 പ്ലൂറൽ മെംബ്രെയിൻ ഉണ്ട്. അതിന് നമ്മൾ വിസറൽ പ്ലൂറ എന്നും പെരേറ്റൽ പ്ലൂറ എന്നും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും. ഔട്ടർ മെംബ്രെയിൻ ആരുമായിട്ട് കോൺടാക്ട് ചെയ്തിരിക്കുന്നു? തൊറാസിക് ലൈനിങ്ങുമായിട്ട് കോൺടാക്ട് ചെയ്തിരിക്കുന്നു. ഇന്നർ മെംബ്രെയിൻ ലങ് സർഫസുമായിട്ട് കോൺടാക്ട് ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് നമ്മുടെ റെസ്പിറേഷനിൽ നടക്കുന്ന സ്റ്റെപ്പുകൾ? ബ്രീത്തിങ് ഓർ പൾമനറി വെന്റിലേഷൻ ബൈ വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് ഡ്രോൺ ഇൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആൽവിയോളാർ എയർ ഈസ് റിലീസ്ഡ് ഔട്ട്. ഇപ്പോൾ ബ്രീത്തിങ്ങിൻ്റെ അല്ലെങ്കിൽ റെസ്പിറേഷൻ്റെ സ്റ്റെപ്പുകൾ പറയുമ്പോൾ ഫസ്റ്റിൽ എന്താണ്? ബ്രീത്തിങ് ഓർ പൾമനറി വെന്റിലേഷൻ ബൈ വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് ഡ്രോൺ ഇൻ. അറ്റ്മോസ്ഫിയറിക് എയർ അകത്തേക്ക് കയറുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് എയർ പുറത്തേക്ക് പോകുന്നതുമാണ് ഒരു സ്റ്റെപ്പ്. ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അക്രോസ് ആൽവിയോളാർ മെംബ്രെയിൻ. അപ്പോൾ ഇങ്ങനെ അകത്തേക്ക് കടക്കുന്ന എയർ എന്ത് ചെയ്യണം? ആൽവിയോളയ്ക്കകത്തേക്ക് ഡിഫ്യൂസ് ചെയ്യണം. അപ്പോൾ ഓക്സിജൻ ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യണം, കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ നിന്നും തിരിച്ച് ആൽവിയോളയ്ക്കകത്തേക്ക് ഡിഫ്യൂസ് ചെയ്യണം. അതാണ് 2ാമത്തെ സ്റ്റെപ്പ്. ഇനി 3ാമത്തെ സ്റ്റെപ്പ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ബൈ ദ ബ്ലഡ്. അപ്പോൾ ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്യുന്ന ഗ്യാസസിനെ എന്ത് ചെയ്യണം? ബ്ലഡ് വഹിച്ചുകൊണ്ട് പോകണം. ഓക്സിജൻ,
കാർബൺ ഡൈ ഓക്സൈഡിനെ ബ്ലഡ് വഹിച്ചുകൊണ്ട് പോകുന്നു. യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ ബൈ ദ സെൽസ് എന്ത് ചെയ്യണം? ഈ ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്യണം ഫോർ കാറ്റബോളിക് റിയാക്ഷൻസ് ആൻഡ് റിസൾട്ടൻ്റ് റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുക. നമുക്കൊന്ന് സമ്മറൈസ് ചെയ്താൽ, ബ്രീത്തിങ് ഓർ പൾമനറി വെന്റിലേഷൻ ബൈ വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് ഡ്രോൺ ഇൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആൽവിയോളാർ എയർ ഈസ് റിലീസ്ഡ് ഔട്ട്. ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു. ഇനി അടുത്തെന്താണ്? ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്. ആൽവിയോളയിൽ വെച്ചിട്ട് ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയിലേക്ക്, ബ്ലഡിൽ നിന്നും ആൽവിയോളയിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. ഈ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ബൈ ദ ബ്ലഡ്, ഈ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. ടിഷ്യൂസിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഓക്സിജൻ ടിഷ്യൂസിന് കൊടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂസിൽ നിന്നും ബ്ലഡിലേക്ക് വരുന്നു. യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ ബൈ ദ സെൽസ്. യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ ബൈ ദ സെൽസ് യൂട്ടിലൈസ് ചെയ്യുന്നു. ഇതിനു വേണ്ടി ഫോർ കാറ്റബോളിക് റിയാക്ഷൻസ് ആൻഡ് റിസൾട്ടൻ്റ് റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. ഇത്രയുമാണ് റെസ്പിറേഷൻ്റെ സ്റ്റെപ്പുകൾ നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാവുന്നത്. ഓഫ് ബ്രീത്തിങ് എന്ന ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ ബ്രീത്തിങ് പ്രോസസ്സ്, നമ്മുടെ ശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന പ്രോസസ്സ്. ആ പ്രോസസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? പ്രധാനമായിട്ട് നമുക്ക് ആ പ്രോസസ്സിനെ 2 സ്റ്റേജസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇൻസ്പിറേഷൻ എന്നൊരു സ്റ്റെപ്പ്, ഡ്യൂറിങ് വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് ഡ്രോൺ ഇൻ. ശ്വാസം അകത്തേക്ക് എടുക്കുന്ന പ്രോസസ്സാണ് ഇൻസ്പിറേഷൻ. അതുപോലെ ശ്വാസം പുറത്തേക്ക് വിടുന്ന പ്രോസസ്സാണ് എക്സ്പിറേഷൻ. ഇൻസ്പിറേഷൻ ഡ്യൂറിങ് വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് ഡ്രോൺ ഇൻ and expiration by which the alveolar air is released out. ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ രീതിയിലാണ് എയർ അകത്തേക്ക് കടക്കാനും പുറത്തേക്ക് പോകാനും നമ്മുടെ ശരീരത്തിൻ്റെ സംവിധാനങ്ങൾ എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇൻസ്പിറേഷനിൽ എന്തൊക്കെ നടക്കുന്നു? ഡയഫ്രം കോൺട്രാക്ട്സ്. നേരത്തെ മനസ്സിലാക്കിയ ഒരു പേരാണ് ഡയഫ്രം, അല്ലേ? ബോഡിയുടെ മുകളിലുള്ള ക്യാവിറ്റിയെ നമ്മൾ തൊറാസിക് ക്യാവിറ്റി എന്ന് വിളിക്കും. വയറിൻ്റെ ഭാഗത്ത് വരുന്ന ക്യാവിറ്റിയെ നമ്മൾ അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് വിളിക്കും. അപ്പോൾ തൊറാസിക് ക്യാവിറ്റിക്കും അബ്ഡോമിനൽ ക്യാവിറ്റിക്കും ഇടയിൽ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് കാണുന്ന ഒരു മെംബ്രെയിനാണ് ഡയഫ്രം. ഈ ഡയഫ്രം സാധാരണ ഈ രീതിയിൽ ഒരു ഡോം ഷേപ്പിൽ ഇങ്ങനെ വില്ല് പോലെ ഇങ്ങനെ വളഞ്ഞാണ് കാണുന്നത് റെസ്റ്റിംഗ് സ്റ്റേജിൽ. അത് കോൺട്രാക്റ്റ് ചെയ്യുന്നു. കോൺട്രാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ വളഞ്ഞിരിക്കുന്ന സാധനം നിവർന്നു വരിക എന്നുള്ളതാണ്. ഈ രീതിയിൽ റായുടെ ഷേപ്പിലിരിക്കുന്ന ഈ സാധനം അത് ചുരുങ്ങുമ്പോൾ, കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് മാറും. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഇവിടെ വോളിയം ഇൻക്രീസ് ചെയ്യുമെന്നുള്ളതാണ്. വോളിയം ഓഫ് തൊറാസിക് ചേംബർ ഇൻക്രീസസ് ഇൻ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസ്. അപ്പോൾ ആൻറ്റീരിയർ സൈഡ് എന്ന് പറഞ്ഞാൽ മുകൾ വശം, പോസ്റ്റീരിയർ സൈഡ് എന്ന് പറഞ്ഞാൽ കീഴ്വശം. അപ്പോൾ ഈ രീതിയിൽ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ഡയറക്ഷനിൽ എന്ത് ചെയ്യും? ഇവിടുത്തെ തൊറാസിക് ചേംബറിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഡയഫ്രം കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? വോളിയം ഇൻക്രീസ് ചെയ്യും. ഏത് ഡയറക്ഷനിൽ വോളിയം ഇൻക്രീസ് ചെയ്യും? ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസിൽ വോളിയം ഇൻക്രീസ് ചെയ്യും. ഇനി നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ്, ഇവിടെ നമ്മുടെ ഈ തൊറാസിക് ക്യാവിറ്റിയെ പുറമേ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് കാണുന്ന ഒരു കേജ് ഉണ്ട്, ഒരു റിബ് കേജ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ വാരിയെല്ലുകൾ ഉൾപ്പെടുന്ന നെഞ്ചിൻ കൂട് എന്ന് നമ്മൾ പറയുന്ന ഭാഗം, ആ ഭാഗമാണ് ശരിക്കും നമ്മുടെ ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഭാഗം. റിബ്സ് അഥവാ വാരിയെല്ല്, അതിനെ പരസ്പരം കണക്റ്റ് ചെയ്യുന്ന മസിൽസ് ഉണ്ട്. ഇതിനെ റിബ്സിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന മസിൽസിനെ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്നാണ് വിളിക്കുക. എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ്. ഈ മസിൽസ് കോൺട്രാക്ട് ചെയ്യും. ഈ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ദ റിബ്സ് ആൻഡ് സ്റ്റേണം റൈസ്ഡ്. വാരിയെല്ലും ഈ പറയുന്ന നടുക്ക് കാണുന്ന ഒരു ബോണുണ്ട്, ഈ ബോണിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേണം. അപ്പോൾ സ്റ്റേണവും റിബ്സും ഈ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് സൈഡിലേക്ക് അങ്ങ് തള്ളും. ദ റിബ്സ് ആൻഡ് സ്റ്റേണം റൈസ്ഡ്. അപ്പം അങ്ങനെ വരുമ്പോൾ
വോളിയം ഓഫ് thoracic ചേംബർ ഇൻക്രീസസ് ഇൻ ഡോർസോവെൻട്രൽ ആക്സിസ്. ഇപ്പോൾ ഡോർസൽ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറുക്കിൻ്റെ സൈഡാണ്, നടുവിൻ്റെ സൈഡിനാണ് ഡോർസൽ സൈഡ് എന്ന് പറയുന്നത്. നെഞ്ചിൻ്റെ മുൻഭാഗത്തെയാണ് വെൻട്രൽ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോർസോവെൻട്രൽ ആക്സിസിൽ, ഈ ആക്സിസിൽ വോളിയം, thoracic ചേംബറിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. നേരത്തെ ഡയഫ്രം കോൺട്രാക്ട് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസിൽ വോളിയം ഇൻക്രീസ് ചെയ്തു. ഇനി ഇവിടെ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്തപ്പോൾ ഏത് ഡയറക്ഷനിൽ വോളിയം ഇൻക്രീസ് ചെയ്തു? ഡോർസോവെൻട്രൽ ആക്സിസിൽ വോളിയം ഇൻക്രീസ് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ലങ്സിനകത്തുള്ള വോളിയം ഇൻക്രീസ് ആകുന്നു. ആ വോളിയത്തിനെ വിളിക്കുന്ന പേരാണ് പൾമനറി വോളിയം. അപ്പോൾ ടോട്ടലി പൾമനറി വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാവുന്നതാണ് പ്രഷർ, വോളിയവും പ്രഷറും തമ്മിലുള്ള ആ ഒരു ബന്ധം. അപ്പോൾ ഇവിടെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഇതാ ഇവിടെ ലങ്സിൻ്റെ വർക്കിങ്ങിൻ്റെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ ഇതുപോലത്തെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ ഈ ഒരു കുപ്പിയുടെ അടിവശത്തായിട്ടൊരു ബലൂൺ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് ലങ്സിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് 2 ബലൂണുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് എയർ ടൈറ്റ് ആക്കി വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ താഴെയുള്ള ബലൂണിനെ അങ്ങ് താഴേക്ക് പിടിച്ച് വലിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ വലിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിനകത്തുള്ള വോളിയം ഇൻക്രീസ് ചെയ്യും. വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. വോളിയവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയും. വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, അപ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വാട്ട് വിൽ ഹാപ്പൻ? അറ്റ്മോസ്ഫിയറിക് എയറിനൊരു പ്രഷറുണ്ട്, അറിയാം. അറ്റ്മോസ്ഫിയറിക് എയറിൻ്റെ പ്രഷറിനേക്കാളും പ്രഷർ ഇതിനകത്ത് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എയർ എന്ത് ചെയ്യും? അകത്തേക്ക് കടക്കും. ഇൻട്രാ പൾമനറി പ്രഷർ ബിക്കംസ് ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അകത്തുള്ള പ്രഷർ പുറത്തുള്ള പ്രഷറിനേക്കാളും കുറയും. സോ വാട്ട് വിൽ ഹാപ്പൻ? എയർ ഫ്രം ഔട്ട്സൈഡ് മൂവ് ഇൻ ടു ദ ലങ്സ്. അപ്പോൾ ഈ രീതിയിൽ ഇത്രയും കാര്യങ്ങൾ ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ സംഭവിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു? ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുമ്പോൾ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസിൽ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഡോർസോവെൻട്രൽ ആക്സിസിൽ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു? പൾമനറി വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. പൾമനറി വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ പൾമനറി പ്രഷർ ഡിക്രീസ് ചെയ്യും. സോ എയർ ഫ്രം ഔട്ട്സൈഡ് മൂവ് ഇൻ ടു ദ ലങ്സ്. ഡയഫ്രം കോൺട്രാക്ട്സ്, വോളിയം ഓഫ് thoracic chambers increases in anterior posterior axis, external intercostal muscles contracts, the ribs and sternum raised, volume of thoracic chamber increases in dorsoventral axis, pulmonary volume increases, intrapulmonary pressure becomes less than atmospheric pressure, air from outside move into the lungs. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൻസ്പിറേഷൻ എന്ന പ്രോസസ്സിൽ സംഭവിക്കുന്നു. ഇനി എക്സ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലോ ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ്. നേരത്തെ കോൺട്രാക്ട് ചെയ്തിരുന്ന ഡയഫ്രവും ഇന്റർകോസ്റ്റൽ മസിൽസും എന്ത് ചെയ്യുന്നു? റിലാക്സ് ചെയ്യുന്നു. നേരത്തെ സംഭവിച്ചതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. thoracic and pulmonary volume decreases. അതിൻ്റെ ഫലമായിട്ട് thoracic ക്യാവിറ്റിക്കകത്തുള്ള വോളിയവും പൾമനറി വോളിയവും ലങ്സിനകത്തുള്ള വോളിയവും കുറയുന്നു. അപ്പോൾ വോളിയം കുറയുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? പ്രഷർ ഇൻക്രീസസ്. ഇൻട്രാ പൾമനറി പ്രഷർ ഇൻക്രീസസ്. അകത്തുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. എബവ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും അകത്തുള്ള പ്രഷർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എയർ എന്ത് ചെയ്യുന്നു? അകത്തു നിന്നും പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ മെക്കാനിസം ഓഫ് ബ്രീത്തിങ്ങിൽ 2 സ്റ്റെപ്പാണ്. ഇൻസ്പിറേഷനും ഉണ്ട്, എക്സ്പിറേഷനും ഉണ്ട്. ഇപ്പോൾ ഇൻസ്പിറേഷൻ പ്രോസസ്സിൽ ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുന്നു, റിബ്സ് ആൻഡ് സ്റ്റേർണം റേസ്ഡ്, വോളിയം ഓഫ് തൊറാക്സ് ഇൻക്രീസ്ഡ്. സോ എയർ എൻറ്ററിങ് ലങ്സ്. എക്സ്പിറേഷനിൽ ഡയഫ്രം റിലാക്സ്ഡ് ആൻഡ് ആർച്ച്ഡ് അപ്വേർഡ്സ്. ഇപ്പോൾ ഡയഫ്രം റിലാക്സ് ചെയ്യുമ്പോൾ അത് റാ ഷേപ്പിലേക്ക് മാറും. റിബ്സ് ആൻഡ് സ്റ്റേർണം റിട്ടേൺഡ് ടു ഒറിജിനൽ പൊസിഷൻ. ഒറിജിനൽ പൊസിഷനിലേക്ക് എത്തുന്നു. വോളിയം ഓഫ് തൊറാക്സ് ഡിക്രീസ്ഡ്. തൊറാക്സിൻ്റെ വോളിയം ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യും. സോ എയർ എക്സ്പെൽഡ് ഫ്രം ലങ്സിൽ നിന്നും എയർ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയും ഒരു ആക്ടിവിറ്റീസ് നമ്മുടെ thoracic ക്യാവിറ്റിക്കകത്ത് നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് നോർമലായിട്ട്
ഒരു ഇൻസ്പിറേഷൻ പ്രോസസ്സും ശ്വാസം അകത്തേക്ക് എടുക്കുന്ന പ്രോസസ്സും പുറത്തേക്ക് വിടുന്ന പ്രോസസ്സും നോർമലായിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നത്. Volume of air inspired or expired during a normal respiration is known as tidal volume. It is approximately 500 ml. That is, a healthy man can inspire or expire approximately 6000 to 8000 ml of air per minute. നേരത്തെ മനസ്സിലാക്കിയതാണ് അല്ലേ, 12 to 16 ടൈംസ് ആണ് ഒരു മിനിറ്റിൽ. അപ്പോൾ ഒരു മിനിറ്റിൽ 12 പ്രാവശ്യമാണെങ്കിൽ 12 ഇൻറ്റു 500, ദാറ്റ് ഈസ് 6000 ടു അതുപോലെ തന്നെ 8000 ml എയർ പെർ മിനിറ്റ്. 6 ലിറ്റർ മുതൽ 8 ലിറ്റർ വരെ എയർ ആണ് നമുക്ക് നോർമലായിട്ട് ഒരാൾ ഇൻസ്പയർ ചെയ്യുന്നത് ഓർ എക്സ്പയർ ചെയ്യുന്നത് ഒരു മിനിറ്റിൽ. റെസിഡ്യൂവൽ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ. ശക്തിയായിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടതിന് ശേഷവും ലങ്സിൽ അവശേഷിക്കുന്ന എയർ ആണ് റെസിഡ്യൂവൽ വോളിയം. ദിസ് ആവറേജസ് 1100 ml to 1200 ml. ഇനി നമുക്ക് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിനെയും എങ്ങനെയാണ് ബ്ലഡിൽ വഹിച്ചു കൊണ്ടുപോകുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഓക്സിജനെ കുറിച്ച്. About 97% of oxygen is transported by RBCs in the blood. ബ്ലഡിലെ ചുവന്ന രക്താണുക്കൾ RBCയിൽ ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ഉണ്ട്. ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ആണ് പ്രധാനപ്പെട്ട ഓക്സിജൻ കാരിയേഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനുള്ള ഓക്സിജൻ്റെ 97% ഓക്സിജനും വഹിച്ചു കൊണ്ടുപോകുന്നത് RBCs ആണ്. ബാക്കി വരുന്നവർ 3% ഓക്സിജൻ ബ്ലഡിലെ പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്യും. ഡയറക്റ്റായിട്ട് ഓക്സിജനായിട്ട് ഡിസോൾവ് ചെയ്ത് തന്നെ അത് ടിഷ്യൂസിലേക്ക് എത്തും. ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ടിൽ നേരത്തെ സൂചിപ്പിച്ചു, അതിൻ്റെ പിഗ്മെൻ്റ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിനാണ്. RBCക്കകത്ത് റെഡ് കളർ പിഗ്മെൻ്റ് ഉണ്ട്. ആ പിഗ്മെൻറ്റിൻ്റെ പേരാണ് ഹീമോഗ്ലോബിൻ. ഓക്സിജൻ ക്യാൻ ബൈൻഡ് വിത്ത് ഹീമോഗ്ലോബിൻ ഇൻ എ റിവേഴ്സിബിൾ മാനർ ടു ഫോം ഓക്സിഹീമോഗ്ലോബിൻ. ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് RBCക്കകത്ത് വെച്ച് കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്തിട്ട് ഒരു കിട്ടുന്ന പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഓക്സിഹീമോഗ്ലോബിൻ. ഓക്സിജനും ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ഇവിടെ ഉണ്ട്. ഓക്സിജൻ വരുന്നു, ഓക്സിജനും ഹീമോഗ്ലോബിൻ കൂടെ ബൈൻഡ് ചെയ്തിട്ട് വരുന്ന മോളിക്യൂളിനെ വിളിക്കുന്ന പേരാണ് ഓക്സിഹീമോഗ്ലോബിൻ. ഓക്സിജൻ പ്ലസ് ഹീമോഗ്ലോബിൻ ഗീവ്സ് ഓക്സിഹീമോഗ്ലോബിൻ. ഓക്സിജൻ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഹീമോഗ്ലോബിൻ കളറ് കുറച്ചുകൂടെ റെഡിഷ് ആയിട്ട് മാറും. ബ്ലഡിൻ്റെ റെഡ് കളർ, നല്ല റെഡ് കളർ കിട്ടുന്നത് ഈ ഒരു ഹീമോഗ്ലോബിൻ്റെ പ്രസൻസ് ഓക്സിജനുമായിട്ട് ചേരുമ്പോഴാണ്. Each hemoglobin molecule can carry a maximum of 4 molecules of oxygen. ഓരോ ഹീമോഗ്ലോബിൻ മോളിക്യൂളിനും 4 ഓക്സിജൻ മോളിക്യൂളിനെ വഹിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂള് 4 ഓക്സിജൻ മോളിക്യൂളിനെ വഹിച്ചു കൊണ്ടുപോകും. Hb+4O2 gives HbO8. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഓക്സിഹീമോഗ്ലോബിൻ ലങ്സിൽ ഫോം ചെയ്യാനും അതുപോലെ തന്നെ ടിഷ്യൂസിലെത്തുമ്പോൾ ഈ ഓക്സിഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഓക്സിജനെ റിലീസ് ചെയ്യാനും എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഫേവറബിളായിട്ട് പ്രവർത്തിക്കുന്നത്? ആദ്യം നമുക്ക് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഫേവർ ദ ഫോർമേഷൻ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ ഇൻ ലങ്സ്. ലങ്സിലെ ആൽവിയോളയ്ക്കകത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ബ്ലഡിൽ വെച്ചിട്ട് ഓക്സിഹീമോഗ്ലോബിൻ ഫോം ചെയ്യാൻ എന്തൊക്കെ സാഹചര്യങ്ങളാണ് അനുകൂലമായിട്ട് വരേണ്ടത്? ഇൻ ദ ആൽവിയോളൈ ഹൈ PO2. ആൽവിയോളയിൽ PO2 പാർഷ്യൽ പ്രഷർ ഹൈ ആയിരിക്കണം, PCO2 ലോ ആയിരിക്കണം. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രഷർ കുറവായിരിക്കണം, ഓക്സിജൻ്റെ പ്രഷർ കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമേ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുള്ളൂ. ലെസ്സർ H+ അയോൺ കോൺസെൻട്രേഷൻ. H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കണം, ടെമ്പറേച്ചർ ലോ ആയിരിക്കണം, ബോഡി ടെമ്പറേച്ചറിനെക്കാളും കുറവായിരിക്കണം. ഇൻ ദ ആൽവിയോളൈ ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ ഇൻ ദ ലങ് ആൽവിയോളൈ. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഫാക്ടേഴ്സ് വേണം? ഹൈ PO2, ലോ PCO2 ഉണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഫേവർ ദ ഡിസോസിയേഷൻ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ ഇൻ ടിഷ്യൂസ്. ടിഷ്യൂസിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഹെൽപ്പ് ചെയ്യുന്നത്?
ടിഷ്യൂസിൽ ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ്. നേരത്തെ ഹൈ PO2 ആയിരുന്നെങ്കിൽ ഓക്സിജനെ റിലീസ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അവിടെ PO2 ലോ ആയിരിക്കണം. ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ ടിഷ്യൂസിൽ കുറവായിരിക്കണം. കൂടാതെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഹൈയും ആയിരിക്കണം. നേരത്തെ H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ലോ ആയിരുന്നു, ഇവിടെ ഹൈ ആയിരിക്കണം. അതുപോലെ ടെമ്പറേച്ചർ ലോ ആയിരുന്നു, ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കണം. These conditions are favorable for dissociation of oxygen from the oxyhemoglobin. അപ്പോൾ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് ആൽവിയോളയിൽ വെച്ചാണ്. അവിടെ അതിനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ടിഷ്യൂസിലെത്തുമ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് മാറുന്നു. ടിഷ്യൂസിൽ വരുമ്പോൾ ലോ PO2 ആയിരിക്കണം, ഹൈ PCO2 ആയിരിക്കണം. എന്നാൽ അവിടെ വരുമ്പോൾ എന്ത് ചെയ്യും? ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ഓക്സിജനെ അങ്ങ് വിട്ടുകൊടുക്കും. ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ഓക്സിജനെ പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഹൈ PO2 ലോ PCO2 ആയിരിക്കണം. ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ഓക്സിജനെ വിട്ടുകൊടുക്കണമെങ്കിൽ അവിടെ ലോ PO2 ഹൈ PCO2 ആയിരിക്കണം. അതിൻ്റെ കൂടെ H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷനും ടെമ്പറേച്ചറും എങ്ങനെയാണെന്നുള്ളതും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇനി ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്നൊരു ഗ്രാഫിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. It is a sigmoid curve obtained when percentage of saturation of hemoglobin with oxygen is plotted against PO2. ഇവിടെ x-ആക്സിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ PO2 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ, എത്ര ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് സാച്ചുറേറ്റഡ് ആകുന്നു എന്നതിനെ സൂചിപ്പിച്ചിരിക്കുന്നു. ഈ ഒരു ഗ്രാഫ് നമുക്കൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു സിഗ്മോയിഡ് ഷേപ്പിലുള്ള ഒരു കർവാണ്. എന്താ മനസ്സിലാക്കാൻ പറ്റും? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുന്നതിനനുസരിച്ച് പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷനും കൂടിക്കൂടി വരുന്നു. അന്തരീക്ഷ വായുവിൽ നമുക്കറിയാം ഉള്ള പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 159 ആണ്. ഇവിടെ നോക്കൂ, നമ്മുടെ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ ഓക്സിജൻ കൊണ്ട് സാച്ചുറേറ്റഡ് ആവാൻ എത്ര PO2 വരുന്നു എന്നത് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഗ്രാഫ് നോക്കിയിട്ട് ഇവിടെ നോക്കൂ, ഇവിടെ ഒരു 20, ഇവിടെ ഒരു 30. PO2 30 എത്തുമ്പോഴത്തേക്കും ആൾമോസ്റ്റ് 60% ഹീമോഗ്ലോബിനും ഓക്സിജൻ കൊണ്ട് സാച്ചുറേറ്റഡ് ആകുന്നു. ഇനിതാ ഇവിടെ ഒരു 50ലേക്ക് എത്തുമ്പോഴത്തേക്കും ഇവിടെ ഒരു അപ്രോക്സിമേറ്റ് 80-85ലേക്ക് പോരുന്നു. ഇനിതാ ഇവിടെ ഒരു 60 PO2 എത്തുമ്പോൾ 90% ഹീമോഗ്ലോബിനും ഓക്സിജൻ കൊണ്ട് സാച്ചുറേറ്റഡ് ആകുന്നു. നോക്കൂ, 60 വരി പാർഷ്യൽ പ്രഷർ PO2 60 എത്തുമ്പം തന്നെ 90% ഹീമോഗ്ലോബിനും ഓക്സിജൻ കൊണ്ട് സാച്ചുറേറ്റഡ് ആവുകയാണ്. ഇനിതാ ഇവിടെ ഒരു പാർഷ്യൽ പ്രഷർ 90 എത്തുമ്പോഴത്തേക്ക് നോക്കൂ, 100% ഹീമോഗ്ലോബിനും ഓക്സിജൻ കൊണ്ട് സാച്ചുറേറ്റഡ് ആവുന്നു. അതായത് നമ്മുടെ അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ്റെ പ്രസൻസ് 159 ഉണ്ട്. പക്ഷേ നമുക്ക് 90 ഉണ്ടായാൽ മതി നമ്മുടെ ശ്വസന പ്രക്രിയ സ്വാഭാവികമായിട്ടും ഒരു ബുദ്ധിമുട്ടും കൂടാതെ നടക്കാൻ. അത് ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് ചെല്ലുമ്പോൾ, ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പാർഷ്യൽ പ്രഷർ PO2 കുറഞ്ഞു വരും. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്ന അനിമൽസിനെ സംബന്ധിച്ച്, മനുഷ്യരെ സംബന്ധിച്ചുമൊക്കെ ഇത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ്. കുറഞ്ഞ PO2-ൽ തന്നെ മാക്സിമം ഹീമോഗ്ലോബിനും ഓക്സിജൻ കൊണ്ട് സാച്ചുറേറ്റഡ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു റെസ്പിറേഷൻ പ്രോസസ്സ് സുഗമമായിട്ട് നടക്കും. ഇറ്റ് ഈസ് ഹൈലി യൂസ്ഫുൾ ഇൻ സ്റ്റഡിയിങ് ദ എഫക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ലൈക്ക് PCO2, H+ കോൺസെൻട്രേഷൻ എറ്റ്സെട്ര ഓൺ ബൈൻഡിങ് ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നമുക്ക് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ ഫാക്ടേഴ്സ്. PCO2 പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ ഓക്സിജൻ ഹീമോഗ്ലോബിൻ അസോസിയേഷനെ സഹായിക്കുന്നു. അതുപോലെ H+ അയോൺ കോൺസെൻട്രേഷൻ എത്ര അത് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നു. ഈ ഫാക്ടേഴ്സിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു പഠനത്തിന് നമുക്ക് ഈ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഉപകാരപ്പെടും. ഇനി എന്തൊക്കെ ഡിസോർഡേഴ്സാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് പറ്റുന്നത്? ഫസ്റ്റിൽ ആസ്മ എന്നുള്ള ഡിസീസാണ്. എന്താണ് ആസ്മ? ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് കോസിങ് വീസിങ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. നമുക്കറിയാം ട്രാക്കിയ ഡിവൈഡ് ചെയ്തിട്ട് വരുന്ന 2 പാർട്ടാണ് ബ്രോങ്കൈ. ബ്രോങ്കൈ വീണ്ടും അടുത്ത് ഡിവൈഡ് ചെയ്യുന്നതാണ് ബ്രോങ്കിയോൾസ്. ട്രാക്കിയ
പ്രൈമറി ബ്രോങ്കൈ, പിന്നെ സെക്കൻഡറി ബ്രോങ്കൈ, ടെറിഷറി ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ബ്രോങ്കയിലും ബ്രോങ്കിയോൾസിനും ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, വീക്കം, അലർജിയാണ് പ്രധാനമായിട്ടും ആസ്മയ്ക്കൊക്കെ കാരണമായിട്ട് മാറുന്നത്. ഡസ്റ്റും അതുപോലെ പോളൻ ഗ്രെയിൻസും അതുപോലെയുള്ള പല വസ്തുക്കളും അലർജിക്കായിരിക്കും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇതിനകത്തേക്ക് ഇങ്ങനെ കടക്കുമ്പോഴത്തേക്കും ഇവിടെ എന്തുണ്ടാവും? വീക്കം ഉണ്ടാവും, നീർക്കെട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ആ ആസ്മ ഉള്ള രോഗികൾ ശ്വാസം വിടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും, ഒരു വിസിലടിക്കും പോലത്തെ സൗണ്ട് ഉണ്ടാവും. അതാണ് വീസിങ് സൗണ്ട് എന്ന് പറയുന്നത്. ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. ഓർക്കുക, ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത് അവിടെ ഡിസീസ് എന്താണ്? ആസ്മ. ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് ഡ്യൂ ടു ദ ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ് ഈസ് ആസ്മ. നെക്സ്റ്റ് ഡിസീസാണ് എംഫിസീമ. സിഗരറ്റ് സ്മോക്കിംഗ്. സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ, പുകയില ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ലങ് ഡിസീസാണ് എംഫിസീമ. ക്രോണിക് ഡിസോർഡർ ഇൻ വിച്ച് ആൽവിയോളാർ വാൾസ് ആർ ഡാമേജ്ഡ് ഡ്യൂ ടു വിച്ച് റെസ്പിറേറ്ററി സർഫസ് ഈസ് ഡിക്രീസ്ഡ്. നമ്മുടെ പുകയിലയിലുള്ള നിക്കോട്ടിൻ എന്നുള്ള വിഷവസ്തു അറിയാം, അതുപോലെ തന്നെ ടാർ എന്ന് പറയുന്ന വസ്തുവുണ്ട് ഇതിനകത്ത്. ഇത് പുകവലിക്കുന്നവരുടെ ലങ്സിൽ ഇതിനകത്തേക്കൊക്കെ എന്ത് ചെയ്യും? ഈ വസ്തുക്കളൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ആൽവിയോളയൊക്കെ അങ്ങ് ഫില്ലായി പോയിട്ട് ആൽവിയോളെ ഡാമേജ് ആകും. അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ റെസ്പിറേറ്ററി സർഫസിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ക്രോണിക് ഡിസോർഡർ ഇൻ വിച്ച് ആൽവിയോളാർ വാൾസ് ആർ ഡാമേജ്ഡ് ഡ്യൂ ടു വിച്ച് റെസ്പിറേറ്ററി സർഫസ് ഈസ് ഡിക്രീസ്ഡ്. വൺ ഓഫ് ദ മേജർ കോസസ് ഓഫ് ദിസ് ഈസ് സിഗരറ്റ് സ്മോക്കിംഗ്. സിഗരറ്റ് സ്മോക്കിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ് എംഫിസീമ എന്ന് പറയുന്ന ഡിസീസ്. നെക്സ്റ്റ് ഈസ് ഓക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. തൊഴിൽപരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ്. എസ്പെഷ്യലി ഒരുപാട് മൈനിങ് ജോലികൾ ചെയ്യുന്നിടത്ത്, പാറ അതുപോലെയുള്ള പൊട്ടിക്കലുകൾ നടക്കുന്ന, സ്റ്റോൺ ബ്രേക്കിംഗ് ഒക്കെ ചെയ്യുന്നിടത്ത്, ഗ്രൈൻഡിങ് വർക്കുകൾ, ആസ്ബസ്റ്റോസ് ഷീറ്റുകൾ, ഇതുപോലെ പ്രിപ്പറേഷൻ, എന്തു വന്നാലും ഒരു ജോലി സ്ഥലത്തെ പൊടിപടലങ്ങളും മറ്റ് വസ്തുക്കളുമൊക്കെ നമ്മുടെ ലങ്സിനകത്തേക്ക് കടന്നിട്ടുണ്ടാകുന്ന ഡിസീസസിനെയാണ് കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരാണ് ഓക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. പ്രധാനമായിട്ടും വ്യവസായം, സർട്ടൻ ഇൻഡസ്ട്രീസ്, എസ്പെഷ്യലി ദോസ് ഇൻവോൾവിംഗ് ഗ്രൈൻഡിങ് ഓർ സ്റ്റോൺ ബ്രേക്കിംഗ്, സോ മച്ച് ഡസ്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ദാറ്റ് ദ ഡിഫൻസ് മെക്കാനിസം ഓഫ് ദ ബോഡി കനോട്ട് ഫുള്ളി കോപ്പ് വിത്ത് ദ സിറ്റുവേഷൻ. നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തിന് അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇതിനെ തടഞ്ഞു നിർത്താൻ പറ്റാത്ത അവസ്ഥ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മുടെ ആ ഒരു നേസൽ പാസേജ് മുതൽ ട്രാക്കിയ വരെയുള്ള സ്ഥലങ്ങളിലെല്ലാം മ്യൂക്കസ് കോട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ മൈന്യൂട്ടായിട്ടുള്ള ഹെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഡസ്റ്റും മറ്റുമൊന്നും ട്രാക്കിയയിലൂടെ ലങ്സിനകത്തേക്ക് കടക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡിഫൻസ് മെക്കാനിസത്തിനെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഇത്തരം ഡസ്റ്റുകളും മറ്റുമൊക്കെ ലങ്സിനകത്തേക്ക് കടന്നിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങളെ മൊത്തത്തിൽ വിളിക്കുന്ന ഒരു പേരാണ് ഓക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. ലോങ് എക്സ്പോഷർ ക്യാൻ ഗീവ് റൈസ് ടു ഇൻഫ്ലമേഷൻ ലീഡിംഗ് ടു ഫൈബ്രോസിസ്, that is proliferation of fibrous tissues and thus causing serious lung damage. ഇവിടെ ഈ ലോങ് എക്സ്പോഷർ വരുമ്പോഴത്തേക്കും ഇവിടുത്തെ ടിഷ്യൂസൊക്കെ ഫൈബ്രോസിസ് വന്ന് ഇൻഫ്ലമേഷൻ ലീഡിങ് ടു ഫൈബ്രോസിസ് വന്നിട്ട് എന്ത് ചെയ്യും? ടിഷ്യൂസൊക്കെ നഷ്ടപ്പെട്ടു പോകും. ആൻഡ് കാസിങ് സീരിയസ് ലങ് ഡാമേജ്. ഇത്തരം ജോലികൾ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും എന്ത് ധരിക്കണമെന്നുള്ളതാണ്? പ്രൊട്ടക്റ്റീവ് മാസ്കുകൾ ധരിച്ചു വേണം അവർ ആ ഒരു ജോലിയിൽ ഏർപ്പെടേണ്ടത്. മാക്സിമം ഡസ്റ്റൊന്നും ലങ്സിനകത്തേക്ക് പോകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രിവെൻറ്റീവ് മെഷർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലാക്കേണ്ടത്. താങ്ക് യു. For video lessons, please subscribe TLP's biology classes. Thank you.